പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ആമേൻ. ആദിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ആമേൻ ഈ പകലിൽ ആമേൻ വിവിധയിടങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരാരാധന സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകി. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ അവിധങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. ഓ റികബല ശാന്തരാധര വികൽ കബനഗസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ ഹല്ലേലൂയ. ആമേൻ. ഈ ആഴ്ചയുടെ പ്രാരംഭം ആമേൻ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ആമേൻ. ഈ ആഴ്ച മുഴുവൻ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവരുടെ മേൽ ഹല്ലേലൂയ ദിവ്യമായ സമാധാനം നൽകുവാൻ ശക്തനായ കർത്താവിന്റെ വചനവുമായി ഇന്ന് രാത്രിയിലും ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ആമേൻ അതേ മറ്റ് അക്കൗണ്ടിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ആമേൻ സത്യവചനത്തെ എത്തിപ്പാൻ വിശ്വസ്തനെണ്ണി എന്നെ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ആമേൻ മനോഹരമായ ഈ ഗാനം ആമേൻ കേട്ട് ആമേൻ ഇന്നത്തെ രാത്രി ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഈ ഗാനം ദേഷ്യത്തിൽ മുറിഞ്ഞ ഹൃദയത്തെ ശാന്തിയിലേക്ക് നയിക്കുന്ന ഒരാത്മീയ ആമേൻ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ആമേൻ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന വാക്കുകളിൽ നിന്ന് ആത്മാവിന്റെ ആമേൻ സമാധാനത്തിലേക്കുള്ള മടങ്ങിവരവ്. ആമേൻ. കോപത്തിന്റെ തീയിൽ കത്തുന്ന മനുഷ്യനെ ദൈവത്തിന്റെ ശാന്തിയാൽ പുതുക്കുന്ന മാനസാന്തരത്തിന്റെ ഒരു വിളി. ആമേൻ. ഇതൊരു പാട്ടല്ല. ആമേൻ. ഇതൊരു പാട്ട് മാത്രമല്ല. ആമേൻ. ഒരു സമർപ്പണമാണ്. ആമേൻ. ഒരു തീരുമാനമാണ്. ഒരു പുതിയ തുടക്കമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നാം കേൾക്കുവാൻ പോകുന്ന പാട്ട് ഒരു സമർപ്പണമാണ്, ഒരു തീരുമാനമാണ്, ഒരു പുതിയ തുടക്കമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. സമർപ്പണത്തോടെ ചേർന്ന് പാടാൻ ഒരു തീരുമാനത്തിലേക്ക്, ഒരു പുതിയ തുടക്കത്തിലേക്ക്. ദേഷ്യത്തിന്റെ തീയിൽ ഞാൻ കത്തിയിരുന്നു, വാക്കുകളുടെ അമ്പുകടനായെറിഞ്ഞിരുന്നു, ഹൃദയം മുറിഞ്ഞു ബന്ധങ്ങൾ അകലുന്നു, സമാനം എവിടെ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു മിനിറ്റ് നിശബ്ദം നീ പഠിപ്പിച്ചു, ഒരു പ്രാർത്ഥനയിൽ നീ എന്നെ തൊട്ടു, ചിന്തിക്കാതെ പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിച്ചു, ക്ഷമയുടെ വഴിയിലെ നീ വിളിച്ചു. എന്റെ കോപം നിന്റെ സമാധാനമായി മാറട്ടെ, എന്റെ വാക്കുകൾ ജീവൻ തരുന്നതാകട്ടെ, ഹൃദയത്തിലെ ഭാരങ്ങൾ നീങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ ജലം വരട്ടെ, ദേഷ്യത്തിന്റെ ബന്ധനം പൊട്ടട്ടെ, ആത്മാവിൽ പുതിയ പ്രകാശം ഉദിക്കട്ടെ, മാനസാന്തരത്തിൽ ഞാൻ നിലകൊള്ളട്ടെ, നിത്യജീവന്റെ വഴിയിൽ ഞാൻ നടക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആമേൻ. അടിച്ചുപൊളി പാട്ടാണ് എന്നൊക്കെ ഒരുപക്ഷെ പലരും വിമർശിച്ചേക്കാം.
പക്ഷേ ആ പാട്ടിന്റെ വരികൾ ആമേൻ ശാന്തമായി ആമേൻ ഒന്ന് ശ്രവിച്ചാൽ, ആ ശാന്തമായി ഒന്ന് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതം എപ്രകാരമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. പ്രിയ ആമേൻ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കൂടപ്പിറപ്പേ, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൈവിക വചനം പങ്കിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ ആമേൻ ദൈവത്തോട് അടുക്കണം. ആമേൻ, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. നിന്നെ വിടുവിക്കേണ്ടത്, നിന്നെ ഉയർത്തേണ്ടത് ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. വചനം ഇന്ന് രാത്രി കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ, മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ഇടയാകും. ആമേൻ. അങ്ങനെ ഇടയാകുമ്പോൾ ചില വിടുതലുകൾ സംഭവിക്കും, ചില ദൈവ പ്രവർത്തികൾ അതേ സംഭവിക്കും. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്നത്തെ തലമുറയിൽ ഏറ്റവും വേഗത്തിൽ പടരുന്ന ഒരു വൈറസ് ഉണ്ട്. ആമേൻ. അത് ജ്വരമല്ല, അത് വൈറൽ ഫീവർ അല്ല. ആമേൻ. അതെന്താണെന്നറിയോ? ദേഷ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് മതി. ആമേൻ. ഹല്ലേലൂയ. ഒരു ചിത്രത്തിന്റെ ഹല്ലേലൂയ കീഴിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റിന്റെ കീഴിൽ ആമേൻ ഒരു കമന്റ് ഇട്ടാൽ മതി. ഹല്ലേലൂയ. ദേഷ്യം ആമേൻ നമുക്കുണ്ടാകുമോ എന്നറിയാം. ഹല്ലേലൂയ. ആമേൻ. നാം വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിൽ ഒരു വാക്ക് മതി, അല്ലേ? ആമേൻ. നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരിൽ നിന്ന് ഒരു വാക്ക് ആമേൻ ഉണ്ടായാൽ മതി. ഹല്ലേലൂയ. ആമേൻ. റോഡിൽ ഒരു ഹോൺ മതി, അല്ലേ? നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഹോൺ അടി ഉണ്ടായാൽ മതി. ഹല്ലേലൂയ. അതേ ഹൃദയം പൊട്ടിത്തിരിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഏതൊക്കെയോ മേഖലകളിൽ ഹൃദയം പൊട്ടിത്തെറിച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ, ചില ജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് കാണുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം ആമേൻ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനാൽ ആമേൻ രചിച്ച സദൃശവാക്യം 16-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ആമേൻ. അതേ മന്ന കോപി ആയവൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മന്ദബുദ്ധി എന്നല്ല. ആമേൻ. ഹല്ലേലൂയ. മന്ന കോപി ആയവൻ ബലവാനേക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന ആ വാക്യത്തിന്റെ ചുരുക്കം. ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ആമേൻ ശക്തൻ ആരാണെന്ന്. ഹല്ലേലൂയ. ആരാ ശക്തൻ? ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ഓ ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. അപ്പോ ആരാണ് ശക്തൻ? ഹല്ലേലൂയ. ആമേൻ. അവൻ ശക്തനല്ല. ആര്? കൈ ഉയർത്തുന്നവൻ. ആമേൻ. അതെ. പിന്നെ ആരാണ് ശക്തൻ? കോപം നിയന്ത്രിക്കുന്നവനാണ്. ഇന്ന് രാത്രി നിന്നെ അതെ കോപിപ്പിക്കത്തക്ക വിധത്തിലുള്ള ചില പ്രതിസന്ധികൾ ആമേൻ നിന്റെ ജീവിതത്തിൽ ആമേൻ കടന്നു വരാം. അവിടെ നീ ആമേൻ ശക്തനാകണമെന്നുണ്ടെങ്കിൽ കോപത്തെ നിയന്ത്രിക്കുന്നവനാകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി യാക്കോബിന്റെ ലേഖനം
ആമേൻ വചനാടിസ്ഥാനത്തിൽ ആമേൻ നമ്മെ കോപിപ്പിക്കുന്ന ചില വിഷയങ്ങൾ നാം ഫേസ് ചെയ്യുമ്പോൾ അവിടെ നാം നിയന്ത്രണം പാലിക്കുന്നുവെങ്കിൽ നാം ശക്തന്മാരാകും. ഹല്ലേലൂയ. അതേ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തോട് ആമേൻ ആത്മാവിൽ പ്രേരിതനായി യാക്കോബ് അപ്പോസ്തലൻ ആമേൻ എഴുതിയ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഹല്ലേലൂയ ഇങ്ങനെയാണ് അതേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നില്ലയോ? അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിൽ താമസമുള്ളവൻ ഉള്ളവനായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കേൾക്കുന്നതിൽ വേഗതയും സംസാരിക്കുന്നതിൽ മന്ദതയും ആമേൻ അതെ കോപത്തിൽ മന്ദതയും ആമേൻ ആയിരിക്കട്ടെ എന്ന വചനം. ഹല്ലേലൂയ. എന്താ അതിന്റെ വിശുദ്ധീകരണം? ആമേൻ. കോപം മനുഷ്യന്റെ നീതി ആമേൻ സൃഷ്ടിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദേഷ്യത്തോടെ എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി അനേകരുടെ ജീവിതത്തിൽ അനേക നഷ്ടങ്ങൾ ആമേൻ ഉണ്ടാകുവാനുള്ള കാരണം, നഷ്ടങ്ങൾ സൃഷ്ടിക്കുവാൻ കാരണമെന്താ? കോപം മനുഷ്യന്റെ നീതിയെ സൃഷ്ടിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പലരുടെയും ജീവിതത്തിൽ ഇന്ന് പലതും നഷ്ടപ്പെട്ടിരിക്കാൻ കാരണമെന്തെന്നറിയാമോ? കോപമാ. ഹല്ലേലൂയ. കോപം മനുഷ്യന്റെ നീതിയെ എന്ത് ചെയ്യുന്നില്ല? സൃഷ്ടിക്കുന്നില്ല. ആമേൻ. ദേഷ്യത്തോടെ എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും ആമേൻ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ന് രാത്രി ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും വിലപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്തെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ഊന്നി പറയുകയാണ്. ആമേൻ. കോപം. ഹല്ലേലൂയ. മനുഷ്യന്റെ നീതി എന്ത് ചെയ്യുന്നില്ല? സൃഷ്ടിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദേഷ്യത്തോടെ എടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ ആമേൻ ഇങ്ങനെ പറയുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-27. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കോപങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മെ കോപിപ്പിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകാം. നമ്മുടെ വീട്ടിലുണ്ടാകാം, നമ്മുടെ റോഡിലുണ്ടാകാം, ആമേൻ, നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ടാകാം. ആമേൻ. ഇതൊക്കെ ആമേൻ നമുക്ക് ചുറ്റുമുള്ളപ്പോഴും വചനം പറയുന്നത് ശ്രദ്ധിച്ചാട്ട്, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കണം. കോപിച്ചാലും പാപം എന്ത് ചെയ്യരുത്? ചെയ്യാതിരിക്കണം. പാപം ചെയ്യരുത്. അവൻ കോപമുണ്ടാകും. ഹല്ലേലൂയ. പക്ഷേ ആ കോപം പാപത്തിലേക്ക് നിന്നെ നയിക്കരുത്. ആമേൻ. കോപിച്ചാലും പാപം ചെയ്യാതിരിപ്പി. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ. അങ്ങനെ ആയാൽ പിശാചിന് ഇടം നിങ്ങൾ കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, വരും ദിനങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവം ആരെന്നറിയാത്തൊരു വ്യക്തിയാണോ താങ്കൾ? ദൈവത്തെ അറിഞ്ഞിട്ടു ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? താങ്കളുടെ ജീവിതത്തിലെ വിലപ്പെട്ട പലതും ഏറ്റവും ആമേൻ ജീവിതത്തിലെ ആമേൻ നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള ഒരു കാരണം എന്തെന്നറിയോ? കോപമാണ്. ആ കോപത്തിൽ ദേഷ്യത്തോടെ എടുത്ത ചില തീരുമാനങ്ങളാണ് പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ ആമേൻ നഷ്ടങ്ങൾ അതേ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, കോപിച്ചാലും പാപം ചെയ്യരുത്. ദേഷ്യം വരാം, പക്ഷേ അത് പാപത്തിലേക്ക് വഴി മാറരുത്. ഹല്ലേലൂയ. ആമേൻ. ദേഷ്യം നീണ്ടു നിൽക്കുമ്പോൾ ശത്രുവിന് വാതിൽ തുറക്കുന്നു. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ശത്രുവിന് വാതിൽ തുറക്കുന്ന വ്യക്തിയാണോ? നിന്റെ കുടുംബത്തിനകത്ത് ശത്രുവിന് താണ്ഡവം ആടുവാൻ, ശത്രുവിന് പ്രവർത്തിക്കുവാൻ വാതിൽ തുറക്കുന്ന വ്യക്തിയാണോ? ഓ, നിന്റെ ആമേൻ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഓ ആമേൻ ശത്രുവിന് പ്രവർത്തിക്കുവാൻ വാതിൽ തുറക്കുന്ന വ്യക്തിയാണോ? എങ്ങനെയാ വാതിൽ തുറക്കുന്നത്? കോപം. ഹല്ലേലൂയ. ആ കോപം ഹല്ലേലൂയ ആമേൻ അതെ
സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആമേൻ അതെ പറഞ്ഞു തീർക്കേണ്ടത് എന്ത് ചെയ്യണം? പറഞ്ഞു തീർക്കണം. ഹല്ലേലൂയ. കോപിച്ചാലും പാപം ചെയ്യരുത്. കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുവോളം അത് വെച്ചുകൊണ്ടിരിക്കരുത്. ദേഷ്യം വരാം, പക്ഷേ അത് പാപത്തിലേക്ക് വഴിമാറരുത്. ആമേൻ. ദേഷ്യം അതേ നീണ്ടു നിൽക്കുമ്പോൾ ശത്രുവിന് വാതിൽ തുറക്കുന്നു. ഇന്ന് രാത്രിയിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, അപ്പനമ്മമാരുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിൽ, മക്കളുടെ ഇടയിൽ, നേതാക്കന്മാരുടെയും അണികളുടെയും ഇടയിൽ ഹല്ലേലൂയ ആമേൻ ദേഷ്യം നീണ്ടു നിൽക്കുമ്പോൾ ശത്രുവിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതേ സദൃശവാക്യം 14-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം ആമേൻ മന്ന കോപിയായവൻ വലിയ വിവേകമുള്ളവനാകുന്നു. ഹല്ലേലൂയ. വായിച്ചാൽ സദൃശവാക്യങ്ങൾ 14:29. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ഹല്ലേലൂയ. ആരാണ് ബുദ്ധിമാൻ? ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമുള്ളത് ആമേൻ IQ അല്ല, EQ ആണ്. ഹല്ലേലൂയ. എന്താണ് IQ? എന്താണ് EQ? ആമേൻ ആത്മീയ നിയന്ത്രണമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് IQ കൂടുതലുണ്ട്. ഹല്ലേലൂയ. പക്ഷേ EQ കുറവാണ്. ആമേൻ. ആത്മീയ നിയന്ത്രണം അതിലും കുറവാണ്. ഹല്ലേലൂയ. ആമേൻ. അല്പ വിശുദ്ധീകരണം ആവശ്യമായിരിക്കുകയാൽ ആമേൻ IQ ആമേൻ എന്താണ്? ബുദ്ധിയുടെ പരിധി. ആമേൻ IQ ബുദ്ധി ശക്തി. ഹല്ലേലൂയ. അതേ ലോജിക്ക് ഓർമ്മ ശക്തി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ആമേൻ ഇങ്ങനെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തോടായി ഇങ്ങനെ പ്രബോധിപ്പിച്ചു. വായിച്ചാട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. വിഗ്രഹാർപ്പിതങ്ങളുടെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട്. നമുക്കെല്ലാവർക്കും എന്തുണ്ട്? അറിവുണ്ട്. ഏത് കാര്യത്തിൽ? വിഗ്രഹ അർപ്പിതത്തിന്റെ കാര്യത്തിൽ എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയ വർദ്ധനവ് വരുത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് ആമേൻ വീമ്പ് വരുത്തുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനം വീമ്പ് വരുത്തുന്നു. ആമേൻ സ്നേഹം എന്ത് ചെയ്യുന്നു? പണിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അനേക കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ അറിവുള്ളവരായതുകൊണ്ട് അവർ പരസ്പരം വീമ്പ് പറഞ്ഞ് ആമേൻ അവർ ദേഷ്യപ്പെട്ട് ആ ദേഷ്യം പാപത്തിലേക്ക് കലാശിച്ച് ശത്രുവിന് കുടുംബത്തിൽ ഡോർ ഓപ്പൺ ആക്കി കൊടുത്ത് അങ്ങനെ കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഓരോ ഭവനങ്ങളും നരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ ജ്ഞാനം ആമേൻ വീമ്പ് വരുത്തുന്നു. അറിവ് വീമ്പ് വരുത്തുന്നു. സ്നേഹം എന്ത് ചെയ്യുന്നു? പണിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവ സ്നേഹം നമ്മെ പണിയുന്നതാണ്. അതേ ആണ് അഗപ്പെ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിച്ചത് ബുദ്ധിയുണ്ടെങ്കിൽ വാദത്തിൽ ജയിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ബന്ധത്തിൽ തോൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഭാര്യ ഭർത്താക്കന്മാർക്ക് ബുദ്ധി കൂടുതലാണെങ്കിൽ ആമേൻ അവർ ആമേൻ വാദത്തിൽ എന്ത് ചെയ്യും? ജയിക്കും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ബന്ധത്തിൽ തോൽക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? സ്നേഹമില്ലാത്തപ്പോഴാണ്. ഹല്ലേലൂയ. സ്നേഹം ബുദ്ധിയിൽ
ബുദ്ധിയിലല്ല. ഹല്ലേലൂയ. ആമേൻ. ബുദ്ധി കൊണ്ടല്ല സ്നേഹിക്കുന്നത്, ആത്മാവിലാണ് സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ യുവാക്കൾക്ക് അറിവിന് കുറവില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, പക്ഷേ നിയന്ത്രണമില്ലാത്ത വാക്കുകൾ കൊണ്ട് ആമേൻ സ്വന്തം ഭാവി എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ അതെ യുവതികൾക്ക് ആമേൻ അതെ വാക്കുകൾക്ക് കുറവില്ല, അറിവുകൾക്ക് കുറവില്ല. ആമേൻ. പക്ഷേ അവരുടെ നിയന്ത്രണമില്ലാത്ത വാക്കുകൾ കൊണ്ട് സ്വന്തം ഭാവി നശിക്കുന്നു. ഇന്ന് രാത്രിയിലും അനേകരുടെ ഭാവി നശിക്കുവാൻ കാരണം അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സ്നേഹമില്ല. എന്ത് സ്നേഹം? ലോക സ്നേഹമല്ല, ദൈവ സ്നേഹം. ഹല്ലേലൂയ. അതെ, നിയന്ത്രണമില്ലാത്ത വാക്കുകൾ കൊണ്ട് സ്വന്തം ഭാവിയെ നശിപ്പിക്കുന്ന തലമുറകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ ഇന്ന് രാത്രി നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകും? ഹല്ലേലൂയ. ആമേൻ. അതെ, ഐക്യു ജീവിതം നിർമ്മിക്കാൻ ആമേൻ സഹായിക്കും, പക്ഷേ സ്വഭാവം നിർമ്മിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ EQ ആമേൻ വികാരങ്ങളുടെ നിയന്ത്രണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് EQ? ആമേൻ വികാരങ്ങളുടെ ആമേൻ അതെ നിയന്ത്രണമാണ്. ആമേൻ വികാരങ്ങളെ തിരിച്ചറിയുവാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവ്. ഹല്ലേലൂയ. സ്തോത്രം. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 16-ന്റെ 32 വേഗത്തിൽ വായിച്ചാൽ. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ചിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, മന്ദകോപിയായവൻ, മന്ദബുദ്ധിയല്ല കേട്ടോ. ഹല്ലേലൂയ. എന്താ വായിച്ചത്? വായിച്ചേ. ദീർഘക്ഷമയുള്ളവൻ ഹല്ലേലൂയ. യുദ്ധവീരനിലും നിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ ശ്രേഷ്ഠനാക്കുന്നത് ഹല്ലേലൂയ ബൈബിൾ പറയുന്നത് നഗരം കീഴടക്കുന്നതിനേക്കാൾ വലിയ വിജയം ആമേൻ സ്വയം കീഴടക്കലാണ്. ഇന്ന് പലർക്കും ആമേൻ അത് സാധിക്കുന്നില്ല. ആമേൻ സ്വയം നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, ശക്തമായി ഇന്ന് രാത്രി ബൈബിൾ പറയുന്ന ആമേൻ സന്ദേശം എന്താണെന്നറിയോ? നഗരം കീഴടക്കുന്നതിനേക്കാൾ വലിയ വിജയം സ്വയം കീഴടക്കലാണ്. ഹല്ലേലൂയ. പട്ടണത്തെ പിടിച്ചടക്കുവാൻ ആമേൻ കഴിവുണ്ടെങ്കിൽ, പ്രാപ്തിയുണ്ടെങ്കിൽ പലതും സ്വന്തമാക്കുവാൻ, പണമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ സാധിക്കും. എന്നാൽ സ്വയം ആമേൻ കീഴടക്കുവാൻ അതുകൊണ്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ കീഴടക്കുന്നതിൽ വേഗം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംസാരിക്കുന്നതിൽ ഹല്ലേലൂയ. ആമേൻ കേൾക്കുന്നതിൽ ആമേൻ നമുക്ക് എന്ത് വേണം? വേഗത വേണം. ഹല്ലേലൂയ. ആമേൻ സംസാരിക്കുന്നതിൽ എന്ത് വേണം? താമസം വേണം. ഹല്ലേലൂയ. അതാണ് യാക്കോബ് അപ്പോസ്തലൻ 1:19 ആമേൻ അതേ സഭയോട് പറഞ്ഞത്. ആമേൻ കേൾക്കാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടായിരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? ആമേൻ സ്വയം കീഴടക്കണമെങ്കിൽ കേൾക്കുന്നതിൽ എന്ത് വേണം? വേഗത വേണം. സംസാരിക്കുന്നതിൽ, മറുപടി പറയുന്നതിൽ എന്ത് വേണം? താമസം വേണം. വായിച്ചാട്ടെ. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇത് ബൈബിളിലെ EQ ആണ്. ഹല്ലേലൂയ. കോപം വരുന്നത് തെറ്റല്ല, പക്ഷേ അത് നിയന്ത്രിക്കാതെ പോകുന്നതാണ് അപകടം. ഹല്ലേലൂയ. ആമേൻ. അതേ, സദൃശവാക്യങ്ങൾ 15:1 ആമേൻ അതേ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. മൃദുവായ ഉത്തരം. എന്താ മൃദുവായത്? ശാന്തമായ ഉത്തരം.
ഹല്ലേലൂയ. ആമേൻ. ക്രോധം ശമിപ്പിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. മൃദുവായ ഉത്തരം കോപത്തെ എന്ത് ചെയ്യുന്നു? ശമിപ്പിക്കുന്നു. കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. കോപത്തെ ജ്വലിപ്പിക്കുന്നു. ഇന്ന് പല കുടുംബത്തിനകത്തും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, അപ്പൻ അമ്മമാരുടെ ഇടയിൽ, അപ്പനും മക്കളും തമ്മിൽ, അതെ അമ്മയും മക്കളും തമ്മിലുള്ള സംസാരത്തിൽ ആമേൻ അനേകരെ തകർന്നുകൊണ്ടിരിക്കുവാൻ കാരണം, ആമേൻ പലതും നഷ്ടപ്പെട്ടുവാൻ കാരണം എന്താ? ആമേൻ ശാന്തമായ സംസാരമില്ല. ഹല്ലേലൂയ. ആമേൻ കേൾക്കാൻ വേഗതയില്ല, പറവാനാണ് വേഗത. ഹല്ലേലൂയ. ശാന്തമായ ഉത്തരം ആമേൻ ക്രോധം എന്ത് ചെയ്യുന്നു? ശമിപ്പിക്കുന്നുവെന്ന. ഹല്ലേലൂയ. ആമേൻ. ഒരു ശാന്തമായ മറുപടി. ഹല്ലേലൂയ. ഭർത്താവ് സംസാരിക്കുമ്പോൾ, ഭാര്യ സംസാരിക്കുമ്പോൾ, അപ്പൻ സംസാരിക്കുമ്പോൾ, അമ്മ സംസാരിക്കുമ്പോൾ, സഹോദരങ്ങൾ സംസാരിക്കുമ്പോൾ, ആമേൻ അതേ നേതൃത്വം സംസാരിക്കുമ്പോൾ, അണികൾ സംസാരിക്കുമ്പോൾ ശാന്തമായ ഒരു മറുപടി. ഹല്ലേലൂയ. കേൾക്കാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ തർക്കം അവസാനിപ്പിക്കും. ആമേൻ. ഒരു ശാന്തമായ മറുപടി ഒരു വലിയ തർക്കം എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ചിന്തിക്കാതെ പറഞ്ഞ വാക്ക് വർഷങ്ങളോളം മുറിവുണ്ടാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലോ ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഹൃദയത്തിനകത്ത് ആഴത്തിലുള്ള മുറിവ് പുറക്കാതെ കണ്ട് ഇന്ന് രാത്രിയിലോ അതിന്റെ വേദനകൾ, നൊമ്പരങ്ങൾ, അതിന്റെ അലകൾ അനേകരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെടുവാൻ കാരണമെന്തെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതേ ഊന്നി സംസാരിക്കുകയാണ്. ആമേൻ. വലിയ തർക്കം, ആമേൻ, ഒരു ശാന്തമായ മറുപടി ഒരു വലിയ തർക്കം അവസാനിപ്പിക്കും. ആമേൻ. ചിന്തിക്കാതെ പറഞ്ഞ വാക്ക് വർഷങ്ങളോളം എന്ത് ചെയ്യും? മുറിവുണ്ടാക്കും. ഹല്ലേലൂയ. അതാ ഈക്ക് ഉള്ളവർ പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നിശബ്ദമാകും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു ചോദ്യം. ആമേൻ. അതെ, നിങ്ങൾ വാദത്തിൽ ജയിക്കാനാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധം ആമേൻ രക്ഷിക്കാനാണോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശാന്തമായി ഒരു മിനിറ്റ് നിങ്ങളോട് തന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചോദിക്കാമോ? ഹല്ലേലൂയ. ആമേൻ. എന്തിനാണ് വാദിക്കുന്നത്? ആമേൻ. അതെ, ജയിക്കാനാണോ ശ്രമിക്കുന്നത്? നിങ്ങൾ വാദത്തിൽ സ്വയം ജയിക്കാനാണോ ആമേൻ ശ്രമിക്കുന്നത്? അല്ല, ആ ബന്ധത്തിൽ, ആ കൂട്ടായ്മയിൽ ആമേൻ അതെ രക്ഷ ആമേൻ പ്രാപിക്കാനാണോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മെ ആമേൻ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അതെ, നമ്മെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യ ശേഷി ഹല്ലേലൂയ ആമേൻ അതെ പരാജയമാണ്. എന്നാൽ മനുഷ്യനെ ശേഷിയുള്ളതാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോൾ ആ മനുഷ്യൻ നിയന്ത്രിതനാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22, 23 വാക്യങ്ങളിൽ ഹല്ലേലൂയ ആമേൻ നിയന്ത്രണം ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22, 23 വാക്യം. ആമേൻ. ഈക്യു മനുഷ്യന്റെ ആമേൻ ശേഷി. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യ ശേഷി ആത്മീയ നിയന്ത്രണത്തിൽ വിധേയപ്പെടും. അപ്പോഴാണ് ദൈവകൃപ വ്യാപരിക്കുന്നത്, ദൈവകൃപ വെളിപ്പെടുന്നത്. വായിച്ചാട്ടെ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആത്മീയ നിയന്ത്രണം. ആമേൻ. അതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആത്മാവിന്റെ ഫലം. ഹല്ലേലൂയ. അതാണ് ഈക്യു. ആമേൻ. ഈക്യു ആമേൻ മനുഷ്യ ശേഷി. പക്ഷെ ആത്മീയ നിയന്ത്രണം ആമേൻ ദൈവത്തിന്റെ കൃപയിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. ആത്മാവിന്റെ ഫലം ആമേൻ സ്വയം നിയന്ത്രണമാണ്. ഹല്ലേലൂയ. സ്വയം നിയന്ത്രണം ഒരു പരിശീലനം മാത്രമല്ല, അത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്.
ഹല്ലേലൂയ. IQ തലച്ചോറിൽ നിന്ന് വരുന്നു, EQ ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. പക്ഷേ ആത്മീയ നിയന്ത്രണം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ അതെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ആമേൻ എഴുതിയത് കോപിച്ചാലും പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ. കോപിച്ച പാപം ചെയ്യാതിരിപ്പീൻ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പോ ആമേൻ ദേഷ്യം ആമേൻ ഹല്ലേലൂയ വാതിൽ തട്ടാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അകത്ത് കയറ്റണോ ആമേൻ എന്നത് നമുക്ക് തീരുമാനിക്കാം. ആമേൻ. നിന്റെ വീട്ടിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ആമേൻ നിന്റെ നാളെ അനുഗ്രഹമാക്കണമോ അതോ വിലപ്പെട്ടത് ആമേൻ നാളെ നിനക്ക് നഷ്ടമാകണമോ? ആമേൻ ദേഷ്യം വാതിൽ തട്ടാം. ഇന്ന് രാത്രിയിൽ കിടന്നിറങ്ങുന്നതിന് മുമ്പ് പരിഹരിക്കപ്പെടേണ്ട, സംസാരിച്ച് തീർക്കേണ്ട ആമേൻ കാര്യങ്ങളെ വാദിച്ച് നിന്റെ ബുദ്ധി കൊണ്ട് ആ പ്രശ്നത്തെ വഷളാക്കുവാനാ നീ ശ്രമിക്കുന്നതെങ്കിൽ ആമേൻ അതെ വാതിൽ തട്ട. പക്ഷെ അകത്ത് കയറ്റണോ എന്നത് ആമേൻ സ്വയം തീരുമാനിക്കുക. കോപിച്ചാലും പാപം ചെയ്യരുത്. കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുവോളം അത് വെച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ. അത് പിശാചിന് പ്രവർത്തിക്കുവാൻ ഡോർ ഓപ്പൺ ആക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ പ്രശ്നം എന്താ? ഹല്ലേലൂയ. ആമേൻ. ദേഷ്യം വാതിൽ തട്ട. പക്ഷെ അകത്ത് കയറ്റണോ എന്നത് ആമേൻ ആമേൻ നമുക്ക് തീരുമാനിക്കാം. ആമേൻ. ഇന്നത്തെ തലമുറയുടെ പ്രശ്നം ആമേൻ ഉടൻ റിയാക്ഷൻ. ഹല്ലേലൂയ. അപ്പൻ മക്കളോട് സംസാരിക്കുമ്പോ ആമേൻ അത് ആമേൻ ശാന്തമായി കേട്ടിട്ട് ആമേൻ മറുപടി പറയുവാൻ തയ്യാറാകാതെ ഉടൻ റിയാക്ഷൻ. ആമേൻ. എന്ത് കാര്യമായാലും ആമേൻ ഉടൻ റിയാക്ഷനാ. ഓ നിങ്ങൾ ഇടപെടേണ്ട. ആമേൻ. എനിക്കറിയാം ആമേൻ എങ്ങനെ പോകണമെന്ന്, എങ്ങനെ ചെയ്യണമെന്ന്. അല്ലേ? ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ? ഹല്ലേലൂയ. ആമേൻ. അറിവുണ്ടെന്ന്, വിവരമുണ്ടെന്ന്, കഴിവുണ്ടെന്ന് ആമേൻ എല്ലാത്തിനും 100-ൽ 100. പക്ഷേ ആമേൻ ഈ പ്രശ്നം എന്താണെന്നറിയോ? ആമേൻ കേൾക്കുന്നതിന് ആമേൻ ആമേൻ ഉടനടിയുള്ള റിയാക്ഷനാണ്. ഹല്ലേലൂയ. ആ സോഷ്യൽ മീഡിയ കോപം. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയ കാണുന്നില്ലേ? ആമേൻ അതുപോലെയുള്ള കോപം. ഹല്ലേലൂയ. ക്ഷമിക്കാനുള്ള ആമേൻ കുറവ്. ഹല്ലേലൂയ. സഹനശക്തി കുറവ്. ആമേൻ. അതെ IQ ഉള്ളവർക്ക് ജോലി കിട്ടാം. ഇന്ന് ലോകത്തിൽ IQ ഉള്ളവർക്ക് എന്തുണ്ട്? ജോലി ഉണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. EQ ഉള്ളവർക്ക് വിശ്വാസം കിട്ടും. ആമേൻ. ആത്മീയ നിയന്ത്രണമുള്ളവർക്ക് അനുഗ്രഹം കിട്ടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കോപം വരുമ്പോൾ ആമേൻ 60 സെക്കൻഡ് മൗനം പാലിക്കണം. ഹല്ലേലൂയ. കോപം വരുമ്പോൾ 60 സെക്കൻഡ് എന്ത് ചെയ്യണം? മൗനം പാലിക്കണം. ആമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ. ആമേൻ. കോപം വരുന്നത് വീട്ടിൽ നിന്നാകാം, കോപം വരുന്നത് റോഡിൽ നിന്നാകാം. ആമേൻ. കോപം വരുന്നത് ആമേൻ സോഷ്യൽ മീഡിയയില് ആമേൻ നമ്മള് ഇട്ട പോസ്റ്റിന്റെ താഴെ ഒരു കമന്റ് വരുമ്പോഴാണ്. ഹല്ലേലൂയ. ആമേൻ. റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ആമേൻ പുറകെ നിന്ന് ഫോൺ അടിച്ച് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ, അല്ലേ? ആമേൻ. വീട്ടിലായിരിക്കുമ്പോ ഹല്ലേലൂയ നമ്മുടെ ആമേൻ കൂടെ ഉള്ളവരുടെ സംസാരത്തിലൂടെ, അല്ലേ? ആമേൻ. വിദൂരയായാലും ഭാര്യ ഫോൺ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഭർത്താവ് ഫോൺ ചെയ്യുമ്പോ ഹല്ലേലൂയ എന്തുണ്ടാകാം? കോപം ഉണ്ടാകാം. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? ആമേൻ 60 സെക്കൻഡ് മൗനം പാലിക്കണം. ഹല്ലേലൂയ. ഉടനടി എന്ത് ചെയ്യരുത്? മറുപടി പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലർക്കും ആ മേഖലയിൽ ജയിക്കുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് ഉടനടി എന്ത് ചെയ്യരുത്? മറുപടി പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ബൈബിൾ വായിച്ചെങ്കിൽ, അല്ല ജീവിതത്തിൽ അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ ആമേൻ കോപം വരുമ്പോൾ ഈ വചനം ഓർത്തോണം. ആമേൻ. സൂര്യൻ അസ്തമിക്കുവോളം അത് വച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വച്ചാൽ പിശാചിന് ഞാൻ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അവൻ രാത്രി മുഴുവൻ
നീ കിടക്കയിൽ കിടന്നുകൊണ്ട് തിരിഞ്ഞും മറിയും ചിന്തിച്ച് അടുത്ത പ്രഭാതത്തിൽ വീണ്ടും അടുത്തൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത നിന്റെ ജീവിതം നരകമാകും. വിലപ്പെട്ട പലതും നഷ്ടമാകും. ഹല്ലേലൂയ. ഇന്ന് അനേകരുടെ ജീവിതം തകരാനുള്ള കാരണമാ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രാർത്ഥനയില്ലാത്തതല്ല, സഭയില്ലാത്തതല്ല, മെമ്പർഷിപ്പ് ഇല്ലാത്തതല്ല, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാത്തതല്ല, ആമേൻ, വിശുദ്ധിക്ക് വേണ്ടി ആമേൻ പോരാട്ടം നടത്താത്തതല്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും ആമേൻ പല വിലപ്പെട്ടതും നഷ്ടപ്പെടുവാൻ കാരണം എന്തെന്നറിയാമോ? കോപമാണ്, ഹല്ലേലൂയ, ദേഷ്യമാണ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഒരു വചനമെങ്കിലും ഓർക്കുക, പ്രാർത്ഥിക്കുക, ക്ഷമിക്കുവാൻ തീരുമാനിക്കുക. സ്തോത്രം. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നതാ, നിന്റെ ബുദ്ധി ഞാൻ കണ്ടു, ഇപ്പോൾ നിന്റെ ഹൃദയം ഞാൻ മാറ്റുന്നു. കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വലയുന്നവർ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ സ്വയം നിയന്ത്രണത്തിന്റെ ഫലം ഉളവാക്കുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ തയ്യാറാണ്? എന്നോട് ചേർന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ? കർത്താവേ, ബുദ്ധി മാത്രം വേണ്ട, ഹൃദയത്തിന്റെ നിയന്ത്രണം തരണമേ. കോപം എന്റെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും കീഴടക്കാതിരിക്കാൻ കൃപ നൽകണമേ. വാക്കുകളിൽ ശാന്തത നൽകണമേ, ഹൃദയത്തിൽ സമാധാനം നൽകണമേ, ബന്ധങ്ങളിൽ പുനഃസ്ഥാപനമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, സ്വയം നിയന്ത്രണത്തിന്റെ ഫലം ഇന്ന് തന്നെ ഞങ്ങളിൽ ഉണ്ടാകട്ടെ. എത്ര പേർ ആമേൻ പറയുന്നു? ഹല്ലേലൂയ. വലിയ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ചായിരിക്കുവാൻ കഴിയാതെ പോയതിന്റെ പിന്നിലുള്ള കാരണം എന്താ? കോപമാണ്. സ്തോത്രം. ക്ഷമയില്ല, ദേഷ്യമാണ്. ജീവിതത്തിൽ വചനത്തിന് എന്തില്ല? സ്ഥാനമില്ല. പേര് ക്രിസ്ത്യാനി എന്ന സ്വഭാവം സാത്താന്റെതാണ്. എങ്ങനെ? ആമേൻ. അതെ, ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗം ഇന്ന് ആമേൻ സാത്താന്റെ താവളമായി. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ആമേൻ ഇങ്ങനെ വായിക്കുന്നു. വേഗത്തിൽ വായിച്ചു. ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിന്റെ മനസ്സിലത്രേ വേഗം നീരസം ഉണ്ടാകരുത്. നീരസം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിൽ, കുറച്ച് വായിച്ചട്ടെ. മൂഢന്മാരുടെ മാർവിൽ അല്ല നീരസം വസിക്കുന്നത്. പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നതിന്റെ കാരണം എന്ത്? ആദ്യം മുതൽ നിർത്താതെ വായിച്ചു. നിന്റെ മനസ്സിലത്രേ വേഗം നീരസം ഉണ്ടാകരുത്. ആമേൻ. ഹല്ലേലൂയ. മൂഢന്മാരുടെ മാർവിൽ വായിച്ചാട്ട്. ഹല്ലേലൂയ. മൂഢന്മാരുടെ മാർവിലല്ല നീരസം വസിക്കുന്നത്. ആമേൻ. കോപം മണ്ടന്മാരുടെ ഹൃദയത്തിലാണ് എന്ത് ചെയ്യുന്നത്? വസിക്കുന്നത്. കോപം വരുന്നത് തെറ്റല്ല, പക്ഷെ അതിൽ താമസിക്കുന്നതാണ് അപകടം. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദേഷ്യം വന്ന നിമിഷം ആമേൻ ഹല്ലേലൂയ രക്തസമ്മർദ്ദം ഉയരുവാൻ തക്കവണ്ണം ഇടയാകുന്നു.
ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഇടിപ്പ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഹല്ലേലൂയ. വാക്കുകൾ നിയന്ത്രണം വിട്ടുപോകുന്നു. ആമേൻ. ആ നിമിഷം ഒരു മിനിറ്റ് നിശബ്ദമായിരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു യുദ്ധം ജയിക്കുന്ന ആമേൻ അതേ ഒരു വ്യക്തിയായി മാറും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ രചിച്ച സദൃശവാക്യങ്ങൾ 15:1 ആമേൻ ശാന്തമായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു എന്ന് ആമേൻ എഴുതുവാൻ തക്കവണ്ണം ഇടയായത്. മൃദുവായ ഉത്തരം. ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടെ ശരിക്കും വായിക്കേ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കോപത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്താണ് അതിന്റെ അർത്ഥം? ആമേൻ. ചിന്തിക്കാതെ പറഞ്ഞ വാക്കുകൾ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ ഹല്ലേലൂയ കഴിവുകൊണ്ട് ആമേൻ ഒന്നും നേടിയെടുക്കുവാൻ കഴിയത്തില്ല. ആമേൻ. ഡിഗ്രി ഉണ്ടായാലും കാര്യമില്ലെന്ന്, സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും കാര്യമില്ലെന്ന്, ലോകത്തിൽ ആമേൻ എന്തെല്ലാം നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും ആമേൻ ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ കാര്യമില്ലെന്ന്. ഹല്ലേലൂയ. ചിന്തിക്കാതെ പറഞ്ഞ വാക്കുകൾ വർഷങ്ങളോളം ബന്ധങ്ങളെ തകർക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലും അനേക കുടുംബ ബന്ധങ്ങൾ തകരുവാൻ കാരണമെന്തെന്നറിയാമോ? ചിന്തിക്കാതെ പറഞ്ഞ വാക്കുകളാണ്. ഹല്ലേലൂയ. ആ വാക്കുകൾ വർഷങ്ങളോളം ബന്ധങ്ങളെ എന്ത് ചെയ്യുന്നു? തകർക്കുന്നു. ആമേൻ. ഇന്നും അനേക കുടുംബങ്ങൾ അകന്നു പോകുവാൻ കാരണം, ഇന്നും അനേക കുടുംബങ്ങൾ തകർന്നു പോകുവാൻ കാരണം എന്തെന്നറിയാമോ? ചിന്തിക്കാതെ പറയുന്ന വാക്കുകളാണ്. ഹല്ലേലൂയ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരം. ആമേൻ. വാക്കുകൾ കൊണ്ട് മുറിയുന്നത് ആത്മാവാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ തലമുറയ്ക്ക് ഹല്ലേലൂയ ആമേൻ ആമേൻ വാക്കുകൾ ആമേൻ ഹല്ലേലൂയ അതെ കുടുംബ തർക്കങ്ങൾ ഹല്ലേലൂയ ആമേൻ കുടുംബത്തിനകത്ത് തർക്കങ്ങൾ ഹല്ലേലൂയ ബുദ്ധി കൊണ്ട് വാദിച്ച് അടുത്ത കലഹം അത് പിശാചിന് ഡോർ ഓപ്പൺ ആക്കി കൊടുത്ത് അങ്ങനെ കുടുംബ ജീവിതങ്ങൾ ചെയ്യുന്നു തകർന്നുകൊണ്ടിരിക്കുന്നു ഹല്ലേലൂയ ആമേൻ ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ആമേൻ അറിവില്ലാത്തതല്ല കഴിവില്ലാത്തതല്ല പണമില്ലാത്തതല്ല ആമേൻ സൗന്ദര്യമില്ലാത്തതല്ല ആമേൻ എല്ലാം ഉണ്ട് പക്ഷേ എന്തില്ല ക്ഷമയില്ല ദൈവ കൃപയില്ല ദൈവ സ്നേഹമില്ല ഇതുകൊണ്ട് സംഭവിക്കുന്നത് കുടുംബത്തിനകത്ത് തർക്കങ്ങളാണ് അപ്പനോട് തർക്കം അമ്മയോട് തർക്കം സഹോദരങ്ങളോട് തർക്കം കൂടപ്പറപ്പിനോട് തർക്കം ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ തർക്കങ്ങൾ മൂലം തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളെ സ്വർഗം കാണുകയാണ് ഇന്നും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ വലിയ നാശത്തിലേക്ക് വലിയ നഷ്ടത്തിലേക്ക് കൊലപാതകത്തിലേക്ക് ആത്മഹത്യയിലേക്ക് ആമേൻ നയിക്കപ്പെടുമ്പോൾ അതിനകത്ത് നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുന്ന ഉൾനട്ട ശക്തിയുള്ള വചനത്തിന്റെ ശക്തി ചില കുടുംബങ്ങളെ ചില തലമുറകളെ ഇന്ന് രാത്രി മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് ദാമ്പത്തിക പ്രശ്നങ്ങൾ ഐക്യമുണ്ട് ഈക്യമില്ല സൗഹൃദ ബന്ധങ്ങളുടെ തകർച്ച സോഷ്യൽ മീഡിയ വൈരങ്ങൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനം ആമേൻ നിയന്ത്രിക്കാത്ത ദേഷ്യമാണ് അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഹല്ലേലൂയ അതെ നിങ്ങളുടെ കോപം എന്ത് ചെയ്യരുത് വെച്ചുകൊണ്ടിരിക്കരുത് കോപം അസ്തമിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ കോപം എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ
സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. എന്തിനാണ് ഇത് ആവർത്തിച്ച് വീണ്ടും വായിപ്പിക്കുന്നത്, വീണ്ടും പറയുന്നത്? ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ, കോപം പരിഹരിക്കപ്പെടാതെ, സൂര്യൻ അസ്തമിച്ചിട്ടും ക്രമീകരിക്കപ്പെടാതെ, ചില ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, ചില അപ്പനമ്മമാരുടെ ഇടയിൽ, ചില മക്കളുടെ ഇടയിൽ, ചില മരുമക്കളുടെ ഇടയിൽ, ചില സഹോദരങ്ങളുടെ ഇടയിൽ, ചില നേതാക്കന്മാരുടെ ഇടയിൽ, ചില അണികളുടെ ഇടയിൽ കോപം വെച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. അത് പിശാചിന് പ്രവർത്തിപ്പാനുള്ള ഡോർ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇരുളിന്റെ മറവിൽ ദുഷ്ടനായവൻ കളവിതച്ച് വിത്തിനെ ആമേൻ അതെ നശിപ്പിക്കുന്ന ആമേൻ ദുഷ്ടന്റെ പദ്ധതിയെ ഇന്ന് രാത്രി വേരോടെ പിഴുതെറിയുവാനിടയാകണം. ഹല്ലേലൂയ. ക്ഷമിക്കാത്ത ദേഷ്യം നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ പറയുന്നു ഡിപ്രഷൻ ആണെന്ന്. ഹല്ലേലൂയ. എന്താ ഡിപ്രഷന് കാരണം എന്നറിയോ? ക്ഷമിക്കാത്ത ദേഷ്യം. അത് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പരിഹാരം എവിടെയാണെന്ന് അറിയാമോ? ദൈവസന്നിധിയിലാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവം അതിനെ പരിഹരിക്കുന്നത്? വായിക്കാം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അതുകൊണ്ട് നിന്റെ വീട്ടിൽ, നിന്റെ ജീവിത പങ്കാളിയോട്, നിന്റെ കൂടപ്പറപ്പിനോട്, നിന്റെ മക്കളോട്, നിന്റെ അപ്പനോട്, നിന്റെ അമ്മയോട്, ഹല്ലേലൂയ, ആമേൻ, ഈ ഫലം ആമേൻ ആമേൻ ഉളവാക്കണം. ആമേൻ. സ്വയ നിയന്ത്രണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? ആമേൻ. നിശബ്ദത അഭ്യസിക്കുക. ഹല്ലേലൂയ. നിശബ്ദത അഭ്യസിക്കുക. ആമേൻ. പ്രതികരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. 4 കാര്യമാണ് ആമേൻ അതെ ഈ മേഖല പരിഹരിക്കുവാനായിട്ട് ആമേൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 1, പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ളവരാകുക. ആമേൻ. സ്വയം സെൽഫിഷ് ആയിട്ട് നിയന്ത്രിക്കുവാനായി തയ്യാറാകുക. 2, നിശബ്ദത അഭ്യസിക്കുക. ആമേൻ. 3, ആമേൻ പ്രതികരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. 4, ക്ഷമിക്കുക. ആമേൻ. പെട്ടെന്ന് കോപിക്കുന്നവർ ആണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ കുറ്റപ്പെടുത്തുവാനല്ല, മാറ്റാനാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. മാറ്റാനാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ കോപം. ഹല്ലേലൂയ. വായിച്ചേ. സഭാപ്രസംഗി 7:9. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. നിന്റെ മനസ്സിൽ അത്ര നീരസം വേഗം ഉണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത്. ഹല്ലേലൂയ. കോപത്തിൽ ആമേൻ അതെ വേഗം ആമേൻ നമ്മെ തകർക്കുവാനുള്ള ശക്തി ഉള്ളത് കൊണ്ട് ആമേൻ എന്ത് വരരുത്? കോപം. ആമേൻ. കോപം ബോഷന്മാരുടെ നെഞ്ചിൽ വസിക്കുന്നു. ഹല്ലേലൂയ. കോപം ഹൃദയത്തിൽ താമസിക്കുവാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ആത്മാവിന്റെ സമാധാനം എന്ത് ചെയ്യും? കവർന്നെടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും തകരുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ദേഷ്യമാണ് സകലത്തിന്റെയും ആമേൻ മൂലകാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ സദൃശവാക്യങ്ങൾ 14:30 വായിച്ചത്. ശാന്തമായ ഹൃദയം ശരീരത്തിന്റെ ജീവനാകുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ട് സദൃശവാക്യങ്ങൾ 14:30. ഹല്ലേലൂയ. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ആമേൻ.
ഇന്ന് പല മെഡിക്കൽ മേഖലകളിലും പലരും ചെല്ലുമ്പോൾ അസ്ഥി തേയ്മാനമാണ്, കാലിന്റെ മുട്ട് തേയ്മാനം, ഇടുപ്പില് തേയ്മാനം, അല്ലെ നട്ടല് തേയ്മാനം. ഹല്ലേലൂയ, ആമേൻ. അതെ, വചനം വായിച്ചത് എന്താണ്? ഒന്നും കൂടെ വായിച്ചേ. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. ദേഹത്തിന് എന്താ? ജീവനാണ്. ഹല്ലേലൂയ. നിന്റെ ജീവൻ നിന്റെ ശരീരത്തിൽ നിന്ന് കുറയണമെങ്കിൽ, അല്ലെ, ആരോഗ്യം, ഹല്ലേലൂയ, അത് കുറയണമെങ്കിൽ ശാന്ത ഹൃദയം ഉള്ളവനായിരിക്കണം. ശാന്ത ഹൃദയം ശരീരത്തിന്റെ ജീവൻ. ഹല്ലേലൂയ. ദേഷ്യം അസ്ഥികൾക്ക് ദ്രവത്വം. ഹല്ലേലൂയ, ദേഷ്യമുണ്ടല്ലോ ബ്ലഡ് പ്രഷർ ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു ബ്ലഡ് പ്രഷർ കൂടുതലാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത് ഞാൻ ആദ്യം എന്നോട് സംസാരിച്ചതാണല്ലോ. ഹല്ലേലൂയ, നീ ഇത് സംസാരിക്കണം. ഹല്ലേലൂയ. ബ്ലഡ് പ്രഷർ ഉയർത്തുന്നത് എന്താണ്? ദേഷ്യമാണ്. ഹല്ലേലൂയ. ശാന്തത എന്താണ്? ശരീരത്തിന് ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. ഡിപ്രഷൻ വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആത്മീയമായി നോക്കുമ്പോൾ കോപം നിത്യതയിലേക്കുള്ള യാത്രയെ എന്ത് ചെയ്യുന്നു? വൈകിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വാക്കുകളുടെ മുറിവ്, ഹല്ലേലൂയ, പലപ്പോഴും നമ്മളെ പല അസ്വസ്ഥതകളിലേക്ക്, ശാരീരിക രോഗങ്ങളിലേക്ക്, മാനസികമായ വിഭ്രാന്തിയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരത്തിന്റെ ആവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ടത്രേ മാനസാന്തരത്തിന്റെ ആവശ്യം ഊന്നി പറയുന്നത്. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായം 18-ാം വാക്യം. വാൾ കൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. ജ്ഞാനികളുടെ നാവോ. സഹോദര, സഹോദരി, കൂടപ്പിറപ്പേ, മാതാവേ, നിന്റെ ഭാര്യയുടെ സംസാരം എങ്ങനെയാ? നിന്റെ ഭർത്താവിന്റെ സംസാരം എങ്ങനെയാ? നിന്റെ ജീവിത പങ്കാളിയുടെ സംസാരം എങ്ങനെയാ? നിന്റെ തലമുറകളുടെ സംസാരം എങ്ങനെയാ? നിന്റെ മാനേജറുടെ സംസാരം എങ്ങനെയാ? നിന്റെ സ്റ്റാഫിന്റെ സംസാരം എങ്ങനെയാ? നിന്റെ അയൽപക്കക്കാരുടെ സംസാരം എങ്ങനെയാ? നിന്റെ ലീഡർഷിപ്പിന്റെ സംസാരം എങ്ങനെയാ? വചനം പറയുന്നു, വാൾ കൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അലക്ഷ്യമായി സംസാരിക്കുന്നവൻ വാളിന്റെ മുറിവ് പോലെയാണ്. ഹല്ലേലൂയ. വാളുകൊണ്ട് മുറിക്കുന്നത് പോലുള്ള മുറിവാണ് ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ യാക്കോബ് അപ്പോസ്തലൻ 1:19-20 അതെ ഇങ്ങനെ രേഖപ്പെടുത്തിയത്. സംസാരിക്കുന്നതിൽ എന്ത് വേണം? താമസം ആണോ? പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യന് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. സംസാരിക്കുന്നതിൽ എന്ത് വേണം? താമസം വേണം. കോപത്തിന് എന്ത് വേണം? ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ ലക്ഷ്യമില്ലാതെ എയ്യുന്ന അമ്പ് പോലെയെന്നാണ്. ആ അമ്പുണ്ടല്ലോ, അമ്പ് പോലെ ആയുധം. ഹല്ലേലൂയ. ആ അമ്പ് പോലുള്ള വാക്കുകൾ ശരീരം എന്ത് ചെയ്യും? മുറിക്കും. വാക്കുകൾ ആത്മാവിനെ മുറിക്കും.
അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെയുള്ളവര് അതിൽ നിന്ന് പിന്തിരിയേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതിനാണ് മാനസാന്തരം. ഇന്ന് രാത്രി ആമേൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ബന്ധങ്ങൾ നഷ്ടമാകുന്നതിന് മുമ്പ്, നിങ്ങളുടെ കുടുംബങ്ങൾ തകരുന്നതിന് മുമ്പ്, നിങ്ങളുടെ ഭാവി തകരുന്നതിന് മുമ്പ്, നിങ്ങളുടെ നാളെയുടെ സ്വപ്നങ്ങൾ ആമേൻ തകർന്നു പോകുവാൻ ഇടയാകുന്നതിന് മുമ്പ് ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് മാനസാന്തരത്തിലേക്ക്. ആമേൻ. സദൃശവാക്യം 15:1 മൃദുവായ ഉത്തരം കോപം ശമിപ്പിക്കുന്നുവെന്ന്. ഇന്ന് രാത്രി ഹല്ലേലൂയ 1 മിനിറ്റ് നിങ്ങളുടെ കുടുംബം തകരാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം തകരാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഭാവി തകരാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ ഇടയാകുന്നില്ലെങ്കിൽ, നിങ്ങളെ ഞെരുക്കുന്ന ആ ഞെരുക്കത്തിനകത്ത് നിങ്ങൾ അമർന്ന് തകർന്നു പോകാതിരിക്കണമെങ്കിൽ ആത്മാവിൽ രൂപാന്തരം പ്രാപിക്കണം. എഫെസ്യ ലേഖനം 4:26-27 ആമേൻ. കോപിക്കാം, പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ആമേൻ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അത് പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5:22-23 ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് കേൾക്കുവാനിടയായി. ശാന്തി, ക്ഷമ, ആമേൻ. കോപത്തെ ജയിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. ഇന്ന് ദൈവം പറയുന്നു, നിന്റെ കോപം എന്റെ സമാധാനമായി മാറ്റാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന ആമേൻ ചില മേഖലകളെ സുഖപ്പെടുത്തുവാൻ ശക്തിയുള്ള ഉൾനട്ട വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി സമർപ്പിക്കുന്ന വിശ്വസിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവം പകരുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 നിത്യജീവനും കോപവും ഹല്ലേലൂയ ആമേൻ ദേഹത്തെയും മനസ്സിനെയും ബാധിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ നിത്യതയെ ബാധിക്കുന്നു, നിന്റെ ഇഹലോക ജീവിതത്തെ ബാധിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നും നിന്നെ വീണ്ടെടുക്കുവാൻ ഹല്ലേലൂയ ആ അടിപ്പിണരുകളാൽ ഹല്ലേലൂയ അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കോപത്തിന്റെ വിഷം ശരീരത്തിൽ നിന്നും നീങ്ങട്ടെ. മനസ്സിലെ ഭാരങ്ങൾ ഹല്ലേലൂയ ആമേൻ അത് മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:16 പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ നശിക്കാതെ നിത്യജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ മേഖലയിൽ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിനകത്ത് നിന്ന് ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? മനസാന്തരത്തോടെ ആ ശാന്തിയുടെ വഴിയിലൂടെ, ആ നിത്യജീവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും? ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള കോപം മാറ്റി അവിടുത്തെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ ജീവൻ തരുന്നതാകട്ടെ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളെ നിത്യജീവന്റെ വഴിയിൽ നയിക്കണമേ. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. അവിടുത്തെ സമാധാനം കൊണ്ട് നിറയട്ടെ. കോപത്തിന്റെ ആത്മാവ് ആമേൻ ഇന്ന് രാത്രി ഹൃദയങ്ങളിൽ നിന്നും ആമേൻ പുറപ്പെട്ടു പോകട്ടെ. രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം,
ദിവ്യമായ സമാധാനത്താൽ നിറയട്ടെ. ദേഷ്യത്തിന് കാരണമായ തകർന്ന ബന്ധങ്ങൾ, സംശയാസ്പദമായ വിഷയങ്ങൾ ഇന്ന് രാത്രി ഉടയട്ടെ. ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കപ്പെടേണ്ട മേഖലകൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്ന, മനസ്സാന്തരപ്പെടുന്ന, രക്ഷ പ്രാപിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. ഓ കർത്താവേ, നന്ദി നന്ദി. വലിയ പട്ടണങ്ങൾ കീഴടക്കുന്നതിനേക്കാൾ, വലിയ നഗരങ്ങൾ കീഴടക്കുന്നതിനേക്കാൾ വലിയ വിജയം സ്വയം കീഴടക്കുക. ഹല്ലേലൂയ. രാത്രി ദൈവകരങ്ങളിൽ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിച്ചു? ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇന്നത്തെ തലമുറയുടെ ആ പ്രശ്നങ്ങൾ ആമേൻ പരിഹരിക്കപ്പെട്ട കർത്താവേ, ഐക്യു ഉള്ളവരെക്കാൾ ഈക്യു ഉള്ളവരായി ജീവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുത്താണ്. നിത്യത നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളിലും ഏർപ്പെടുവാനിടയാകാതെ നിത്യജീവൻ അവകാശിയാകുവാൻ മനസ്സാന്തരപ്പെടേണ്ട തലമുറകൾ മനസ്സാന്തരപ്പെടും. സ്വർഗമിടയാകട്ടെ. അനുദിന ജീവിതത്തിൽ ദൈവവചനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. രാത്രി വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവനർപ്പിച്ച പുണ്യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരും നശിച്ചു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരുടെയും വിലപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവവചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കേട്ട വചനപ്രകാരം ഒരു സമർപ്പണത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് ആമേൻ എത്തുന്നുവെങ്കിൽ പുതിയൊരു തുടക്കം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്രമിച്ച് അടുത്ത പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പുതിയൊരു തുടക്കത്തോടെ എഴുന്നേൽക്കുവാനിടയാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാനിടയാകും. ഹല്ലേലൂയ. ആമേൻ. ദേശത്തിൽ മുറിഞ്ഞ ഹൃദയത്തെ ശാന്തതയിലേക്ക് നയിക്കുന്ന ഒരാത്മീയ പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി വീണ്ടും ആമേൻ ആ ഗാനം നമുക്ക് ശ്രവിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരാത്മീയ പ്രാർത്ഥന. പൊട്ടിത്തെറിക്കുന്ന വാക്കുകളിൽ നിന്ന് ആത്മാവിന്റെ സമാധാനത്തിലേക്കുള്ള മടങ്ങിവരവ്. ആമേൻ. കോപത്തിന്റെ തീയിൽ കത്തുന്ന മനുഷ്യനെ ദൈവത്തിന്റെ ശാന്തതയിൽ പുതുക്കുന്ന മാനസാന്തരത്തിന്റെ ഒരു വിളി. ഹല്ലേലൂയ. ദേഷ്യത്തിന്റെ തീയിൽ ഞാൻ കത്തിയിരുന്നു, വാക്കുകളുടെ അമ്പുകൾ ഞാൻ എറിഞ്ഞിരുന്നു. ഹൃദയം മുറിഞ്ഞു വൻകൾ അകലുന്നു. സമാധാനമെവിടെയെന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു മിനിറ്റ് നിശബ്ദം നീ പഠിപ്പിച്ചു. ഒരു പ്രാർത്ഥനയിൽ നീ എന്നെ തൊട്ടു. ചിന്തിക്കാതെ പറഞ്ഞ വാക്കുകൾ ഓർമ്മിപ്പിച്ചു. ക്ഷമയുടെ വഴിയിലേക്ക് നീ വിളിച്ചു. എന്റെ കോപം നിന്റെ സമാധാനമായി മാറട്ടെ. എന്റെ
വാക്കുകൾ ജീവൻ തരുന്നതാകട്ടെ. ഹൃദയത്തിലെ ഭാരങ്ങൾ നീങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ ബലം വളരട്ടെ. ദേഷ്യത്തിന്റെ ബന്ധന പൊട്ടട്ടെ, ആത്മാവിൽ പുതിയ പ്രകാശം ഉദിക്കട്ടെ. മനസാന്തരത്തിൽ നാം നിലകൊള്ളട്ടെ, നിത്യജീവന്റെ വഴിയിൽ ഞാൻ നടക്കട്ടെ. ദേശത്തിന്റെ തീയിൽ ഞാൻ കത്തിയിരുന്നു, വാക്കുകളുടെ അമ്പുകൾ ഞാൻ എറിഞ്ഞിരുന്നു. ഹൃദയം മുറിഞ്ഞു ബന്ധങ്ങൾ അകലുന്നു, സമാധാനം എവിടെയെന്നു ഞാൻ ചോദിക്കുന്നു. ഒരു മിനിറ്റ് നിശബ്ദം നീ പഠിപ്പിച്ചു, ഒരു പ്രാർത്ഥനയിൽ നീ എന്നെ തൊട്ടു. ചിന്തിക്കാതെ പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു, ക്ഷമയുടെ വഴിയിലേക്കു നീ വിളിച്ചു. എന്റെ കോപം നിന്റെ സമാധാനമായി മാറട്ടെ, എന്റെ വാക്കുകൾ ജീവൻ തരുന്നതാകട്ടെ. ഹൃദയത്തിലെ ഭാരങ്ങൾ നീങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഫലം വളരട്ടെ. ദേശത്തിന്റെ ബന്ധനം പൊട്ടട്ടെ, ആത്മാവിൽ പുതിയ പ്രകാശം ഉദിക്കട്ടെ. മാനസാന്തരത്തിൽ ഞാൻ നിലകൊള്ളട്ടെ, നിത്യജീവന്റെ വഴിയിൽ ഞാൻ നടക്കട്ടെ. Amen. God bless you. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം പ്രയർ ഫാമിലി ഈ വചനങ്ങൾ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന 9744703489 എന്ന നമ്പറിലോ 9778201595 എന്ന നമ്പറിലോ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ആമീൻ. ഗൂഗിളിലോ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ആമീൻ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അവൈലബിൾ ആണ്. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാകയാൽ നമുക്ക് ലഭിക്കുന്ന സമയം, നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം ദൈവനാമ മഹത്വത്തിനായി ആമേൻ ഒരുമിച്ച് ആമേൻ പ്രവർത്തിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആമേൻ നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ കവലകളിൽ, നിങ്ങളുടെ വില്ലേജിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ പരസ്യമായി യേശുവിനെ പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഉള്ള അവസരം ഉണ്ട്. അതിനുള്ള വാഹനം, അതിനുള്ള സൗണ്ട് സിസ്റ്റം ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യവും സാഹചര്യവും സമയവും അനുവദീനമാണെങ്കിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് ആമേൻ ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ ലോകത്തിന്റെ അറ്റത്തോളം ആമേൻ നമുക്ക് കടന്നുപോയി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വരും ദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again.